പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് സ്നേഹത്തോടെയാണ് പ്രാർത്ഥിച്ചതെന്ന്. എപ്പോഴും നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. എപ്പോഴും നമ്മൾ ഒരു ആന്തരികമായിട്ടുള്ള ചോദ്യം ഉണ്ടാക്കേണ്ടത് എന്താണ്? ഞാൻ സ്നേഹത്തോടെയാണ് പ്രാർത്ഥിച്ചത്, സ്നേഹത്തോടെയാണ് ഞാൻ കർത്താവിന് കൈമാറിയത്, സ്നേഹത്തോടെയാണ് ഞാൻ ഉടമ്പടി വിശ്വാസം പ്രയോഗത്തിലേക്ക് വരുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഓരോ പദ്ധതികളും പ്രക്രിയകളും ഞാൻ നിറവേറ്റുമ്പോൾ ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. ഇത് പെട്ടെന്ന് ബൂസ്റ്റപ്പ് ആവും സ്നേഹത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം ഞാനൊക്കെ വന്ന ഒരു വഴിയാണ് ഞാൻ നിങ്ങൾ പറയണത്. ഞാൻ വന്ന വഴിയൊന്നുമല്ല, ബൈബിളിലുള്ള എല്ലാം ഈ ടൈപ്പാണ്. ഇന്നലെ കെസ്സിയ എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യങ്ങൾ. കെസ്സിയയുടെ പ്രോബ്ലം, കെസ്സിയ അപ്പനെയും കൊണ്ട് വന്നിരിക്കുകയാണ് ഇവിടെ. എനിക്ക് ഈ ആഴ്ചയിൽ ഏറ്റവും ടോപ്പായിട്ട് എന്നെ സ്പർശിച്ചത് കെസ്സിയയുടെ സാക്ഷ്യമാണ്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, കെസ്സിയ അപ്പനെയും കൊണ്ട് വന്നിട്ട് അപ്പനെ ഫെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ഇയർ ബാലൻസിന് അപ്പോൾ കെസ്സിയുടെ ഒരു പ്രത്യേകത, ഉടമ്പടിയുടെ ധ്യാനങ്ങളെല്ലാം ഇവൾ പ്രാർത്ഥിച്ചാണ് കേൾക്കണത്. ഉടമ്പടിയുടെ ധ്യാനം കൂടാൻ വേണ്ടി കൂടും. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ധ്യാനം കൂടണമെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ഡേഷൻസ് ഉണ്ടാകണത് എല്ലാം ഇവിടെ. നിങ്ങളുടെ സബ്ജക്റ്റ് എപ്പോൾ സംസാരിക്കുമെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ലല്ലോ. ഉടമ്പടി എന്ന് പറയുമ്പോൾ ഈ പുറപ്പാട് 25-35 വെച്ചുള്ള സംസാരമാണ്. കാര്യം ഞാൻ എൻ്റെ ജനങ്ങളോട് കൃപാസനത്തിൽ നിന്ന് സംസാരിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഉടമ്പടി ധ്യാനത്തിന് മറ്റു വചന പ്രഘോഷങ്ങളെക്കാളും സന്ദേശവിഹിതമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ വിഷയം ചിലപ്പോൾ സംസാരിച്ചെന്ന് വരും കർത്താവ്. നിങ്ങളിപ്പോൾ ഇന്ന് കടന്നു പോകുന്ന പർട്ടിക്കുലർ പ്രോബ്ലം നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ കരയാൻ മാത്രമേ നമുക്ക് നേരം ഉണ്ടാകത്തുള്ളൂ. സ്നേഹം കൊണ്ടും കേട്ടും മനസ്സിലാക്കിയും നമ്മളറിയാതെ ഇങ്ങനെ ദൈവം ഇത്രയും നമ്മളൊരു കൃപയും കീടമൊക്കെ ഇട്ടും നമുക്ക് നമ്മുടെ നാട്ടുകാർ പോലും നമ്മൾ അംഗീകരിക്കണില്ല, നമ്മുടെ വീട്ടുകാർ പോലും നമ്മൾ അംഗീകരിക്കണില്ല. വീട്ടിൽ തന്നെ ഗ്രൂപ്പിസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഈ വീട്ടിൽ എനിക്കൊരു വിലയുമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം നിൻ്റെ വീട്ടിൽ നിനക്ക് വിലയില്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചോ. ചിലപ്പോൾ അവരുടെ അനീതിയായിരിക്കും, ചിലപ്പോൾ നിൻ്റെ കയ്യിരിപ്പ് കൊണ്ടായാലും, പക്ഷേ ഫീൽ ചെയ്യണം നിനക്കാണ്. പക്ഷേ ഇങ്ങനെ ഒരു പൊസിഷൻ ആണെങ്കിൽ പോലും ആരും തരാത്തൊരു വില ദൈവം നമുക്ക് തരും. അത് നമ്മുടെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. ഇത് ആരും അപ്പം സ്വന്തം വീട്ടുകാർ പോലും തരാത്ത വില. അപ്പോഴും നീ എപ്പോഴും മനസ്സിലാക്കേണ്ട ഇതാണ്, നിൻ്റെ വീട്ടിൽ പോലും നിനക്കില്ലാത്ത വില ദൈവത്തിൻ്റെ തിരുസേന നിനക്കുണ്ട്. പക്ഷെ നീ ഇത് കണ്ടെത്തണം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, നിനക്ക് എന്നോട് നീ കൽപ്പിക്കുന്ന വില മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. നീ എനിക്ക് കൽപ്പിക്കുന്ന വില മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. അപ്പൊ കെസ്സിയ വന്ന് പറഞ്ഞത്, അവളുടെ അപ്പൻ ഇങ്ങനെ ഇയർ ബാലൻസ് ആയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങളുടെ നിങ്ങളുടെ പഴയ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കുടുംബം അരിമുട്ടിയല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വിഷമിക്കുമ്പോൾ പെട്ടെന്ന് ഉടമ്പടി ധ്യാനത്തിലൂടെ പറയുന്നു, നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടി ധ്യാനത്തിനെ ശ്രദ്ധിക്കണം. ആ ധ്യാനത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ഉടനെ പിന്നെ എന്താ കെസ്സിയോട് പറഞ്ഞത്? ഉടമ്പടിയിൽ ഇരിക്കുന്ന വ്യക്തികൾ മറ്റു വ്യക്തികളുടെ സ്വരങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞാനിങ്ങനെ ഓർത്ത് പറയണമല്ലേ. ഇവിടെ വരുമ്പോൾ കുറേ കാര്യങ്ങൾ കർത്താവ് എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് വേറെ കാര്യങ്ങൾ പറയും. അപ്പോൾ അതൊക്കെ ഞാൻ ഞാൻ കേൾക്കണ മനസ്സിൽ ഈശോ പറഞ്ഞ് കേൾക്കണ കാര്യങ്ങൾ നിങ്ങളോട് പറയും. പക്ഷേ ഇത് ആരെങ്കിലും കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വില ഉണ്ടെന്ന് പറയാൻ കാര്യം. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എത്ര കെട്ടേണ്ട മനുഷ്യരാണെന്ന് പറഞ്ഞാലും ദൈവം നിങ്ങളുടെ വില ഒരിക്കലും കുറയത്തില്ല. സ്വർണം പോലെയല്ലേ,
സ്വർണത്തിൻ്റെ വില കുറയത്തില്ലല്ല, ചളങ്ങിയാലും കുറയത്തില്ല, അത് കറുത്താലും കുറയത്തില്ല, വില കുറയത്തില്ല അതിൻ്റെ. അപ്പം അതുപോലെ നീ സ്വർണ്ണമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ സ്വർണ്ണമാണ് എനിക്കെന്ന്. സ്വർണം മങ്ങിപ്പോയത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ വില കുറഞ്ഞ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വിലാപങ്ങൾ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയിൽ ചിതറിക്കിടക്കുന്നു. അതായത് ഇസ്രായേലിനെ കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ദൈവപൈതലിനെ കുറിച്ചും പറയുന്നത്, ദൈവം ചോദിക്കണം എങ്ങനെ സ്വർണത്തിൻ്റെ വില എങ്ങനെ കുറഞ്ഞെന്നല്ല ചോദിക്കുന്നത്. അങ്ങനെ ഒരിക്കലും കുറയത്തില്ല. നീ സ്വർണമാണ്, നിനക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? മങ്ങിപ്പോകാം. നീ ദൈവത്തിന് നകലുന്നതനുസരിച്ച്, വിശ്വാസം കുറയുന്നതനുസരിച്ച് കൊണ്ട്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ കുറയുന്നതനുസരിച്ച് കൊണ്ട് നിനക്ക് മങ്ങൽ വരാം, പക്ഷെ വില കുറയത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ നമുക്ക് വില കുറഞ്ഞാലും ദൈവ തിരുസന്നിധിയിൽ ഒരിക്കലും നമ്മുടെ വില ഇടിയത്തില്ല. അതാണ് നമ്മുടെ കോൺഫിഡൻസിൻ്റെ തന്നെ. ദൈവ തിരുസന്നിധി വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അതായിരിക്കണം. കാര്യം നിങ്ങളുടെ പാപങ്ങൾ കൊണ്ടോ, ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞാൽ എന്താണ്, അയ്യോ ഞാൻ പാപിയാണ്, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ, ഞാൻ പാപാവസ്ഥ ജീവിക്കുന്ന ആളാണ്, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് നീയാണ് വിഡ്രോ ചെയ്ത് പോണത്. പക്ഷേ കർത്താവ് എന്താ പറയണത്? നീ ഇപ്പോഴും സ്വർണം തന്നെയാണ്, മങ്ങിപ്പോയിട്ടുണ്ടെന്ന കാര്യം സത്യമാണ്, പക്ഷെ നിന്റെ വില കുറഞ്ഞിട്ടില്ല. കൈയടിച്ച് കർത്താവ് വില കുറയാത്തത് കൊണ്ടാണ്, നമ്മുടെ വില ദൈവതിരുസന്നിധി കുറയാത്തത് കൊണ്ടാണ് നിനക്ക് പകരം ഞാൻ ജനതകളെ നൽകിയെന്ന് പറയണത്, രാജാക്കന്മാരെ നൽകിയെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാമത്തെ വാക്യം. നീ എനിക്ക് വിലപ്പെട്ടവനും, പറഞ്ഞേ, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയപ്പെടേണ്ട മകനേ, മകനേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയല്ലേ. എന്ത് പ്രശ്നം വന്നാലും ഈ വചനങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഇത് നിങ്ങൾക്കറിയാം, ഇത് ഓൺലൈൻ ലീസോ ഈ ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ചെറിയ കൺഫ്യൂഷൻ ഞങ്ങൾ തമ്മിലുള്ളത്. അതായത് ഇപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? വിലാപങ്ങൾ. നീ എന്തവസ്ഥയാണെങ്കിലും തങ്കമാണ്. ഇപ്പോഴും മങ്ങിപ്പോകാം, പക്ഷേ വില കുറഞ്ഞിട്ടില്ല. ഉടമ്പടി എടുക്കാൻ വരുന്ന ഓരോ മനുഷ്യരും അറിയേണ്ടതാണ്, എൻ്റെ പാപാവസ്ഥ, എൻ്റെ ജീവിത രീതി എന്ത് തന്നെയായാലും ദൈവതിരുസന്നിധിയിൽ എൻ്റെ വില കുറഞ്ഞിട്ടില്ല. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് ഉടമ്പടിയുടെ എഫിക്കസി ഓഫ് കവനൻറ്റ്, അതായത് നമ്മളെ തന്നെ വിലയിടിച്ചാലും അങ്ങനെ നമ്മൾ ചിന്തിച്ചാലും ദൈവം അങ്ങനെ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീ ഫ്രഷായിട്ടാണ് നീ ദൈവസന്നിധിയിൽ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ നിനക്കെന്താ ചെയ്യേണ്ടത്? നിനക്കിതിനെക്കുറിച്ച് ഒരു മിനിമം, ഇപ്പോൾ കെസിയായോട് പറഞ്ഞത് എന്താണ്, ഡോക്ടർ പറഞ്ഞത് എന്താണ്, അപ്പായി ഇനി ജോലിക്ക് പോയിട്ടത് കേട്ടോ, അപ്പായിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ്, അത് തിരിച്ച് വീണ്ടും വരുമെന്ന് പറയും. അപ്പോൾ അരിമുട്ടിപ്പോയില്ലേ? അരിമുട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് ഇപ്പോൾ പറഞ്ഞ അരിമുട്ടിയല്ല ഈശോ എന്ന് പറഞ്ഞു. ഇത് ചില ഈ മനുഷ്യന്മാരുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വിശ്വാസ ലെവലിനേക്കാൾ ചിലർക്ക് വിശ്വാസ ലെവൽ നെഗ്ലിജിബിളായിട്ട് കളയും. എന്നാൽ അതൊരു അവഗണിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് കരുതും. കാര്യം അവർക്ക് വിശ്വാസത്തേക്കാൾ ഉപരി സ്നേഹമാണ് മുറ്റി നിൽക്കുന്നത്. നിൻ്റെ ഹൃദയത്തിൽ വിശ്വാസം കൂടിയാൽ, അല്ല സ്നേഹം കൂടിയാൽ പിന്നെ വിശ്വാസം ഒരു വിഷയമാകത്തില്ല. ചില ആൾക്കാർ വന്ന് ചോദിക്കുമല്ലോ, വന്ന് അവിടെ വന്ന് വെച്ചും ഉടമ്പടി എടുക്കണം, പോയി നോക്കാം, മറ്റുള്ളവരുടെ സാക്ഷിയൊക്കെ കേൾക്കാം, അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് നോക്കാം, അമ്മയ്ക്ക് എന്ത് കിട്ടിയെന്ന് അറിയാം. ഇങ്ങനെയൊക്കെ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ചില ആൾക്കാർ വരുന്നില്ലേ. അവൻ്റെ കാര്യം പോക്കായിരിക്കും. എന്താ കാര്യം? അവൻ ടെസ്റ്റ് ചെയ്യണത് ആരെയാ? കർത്താവിനെയല്ല ടെസ്റ്റ് ചെയ്യണത്. അവൻ ടെസ്റ്റ് ചെയ്യണത് ആരെയാണ് ശരിക്കും? അവനെ തന്നെ ടെസ്റ്റ് ചെയ്യണം. എന്താണ്? എനിക്കിത് പറ്റത്തില്ലെന്ന് അവൻ തന്നെത്താൻ ധരിക്കുന്നു. എനിക്ക് ഉടമ്പടി പറ്റത്തില്ലെന്ന് ധരിക്കുന്നു. പക്ഷേ ദൈവം എന്താ പറയണത്? നിനക്ക് പറ്റുമെന്നാണ് ദൈവം പറയണത്. എന്താണ്? നീ ഇപ്പോഴും തങ്കവാ, നിൻ്റെ വില കുറഞ്ഞിട്ടില്ല, നീ നിന്നെ തന്നെ മോശമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ്, നമ്മളെ തന്നെ വില കുറച്ച് കളയുന്ന ആ സംഭവം മാറ്റിവെക്കണം. മാറ്റിയിട്ട് എൻ്റെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ ദൈവം തന്നെയാണ്. ഇന്നും ദൈവതിരുസ്ഥൻ്റെ എനിക്ക് വിലയുള്ളത് കൊണ്ടാണ് എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ആര് പറഞ്ഞാലും എന്ത് കേട്ടാലും ഇവിടെ ഞാൻ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് നീ ദൈവമായിട്ട് കൈ കൊടുക്കണം. എന്താ കാര്യം? നിൻ്റെ ജീവിതം എല്ലാം പുതുതായിട്ട് തുടങ്ങാൻ പോകുകയാണ്. ഇനി നിൻ്റെ ജീവിതം ദൈവം തീരുമാനിക്കും, വേറെ ആരും തീരുമാനിക്കാനില്ല. ബാങ്കുകാർ തീരുമാനിക്കത്തില്ല, ഡോക്ടർ തീരുമാനിക്കത്തില്ല, ആരുമേ തീരുമാനിക്കത്തില്ല. നിൻ്റെ കാര്യം ആര് തീരുമാനിക്കും? നിന്റെ ദൈവം തീരുമാനിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതാണ് ഒരു കോൺഫിഡൻസ് എന്ന് പറയണത്. കാരണം ദൈവതിരുസേന നമ്മളെ സ്റ്റാറ്റസിന് മങ്ങലേറ്റതേ ഉള്ളൂ, പക്ഷേ ഡാമേജ് ആയിട്ടില്ല. ഇത് ബൈബിൾ നിനക്ക് തരുന്ന ഏറ്റവും വലിയ അഷ്വറൻസാണ്. എന്താണ്? മേ ബി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ദൈവതിരുസേന നിൻ്റെ സ്റ്റാറ്റസ് അല്പം മങ്ങിപ്പോയി കാണും, പക്ഷേ ഡാമേജ് ആയിട്ടില്ല. അത് കർത്താവ് നിങ്ങൾക്ക് തരുന്ന വെളിപാടാണ്. കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, തുല്യം ചെയ്യാൻ ഉടമ്പടി എടുത്തപ്പോൾ അപ്പായോട് പോരുത്, ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്, നിങ്ങളിലേക്ക് തൂക്കുകെട്ടിയ വടിന് പോകേണ്ട കാര്യമില്ല, പെരപണിക്ക് ഇനി പോകാൻ പറ്റത്തില്ല, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിങ്ങൾ മാറണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വിട്ടല്ലേ. പക്ഷേ എന്താ പ്രശ്നം? ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രസംഗം കേട്ട്. പ്രസംഗം എന്താ പറയണത്?
നിങ്ങൾ ഉടമ്പടിക്കാലത്ത് മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നത് ദൈവസ്വരമായിട്ട് ശ്രദ്ധിക്കണമെന്ന്. ദൈവം അവരിലൂടെയും നിങ്ങളോട് സംസാരിക്കാമെന്ന്. അപ്പോൾ അവരിലൂടെ അത് ഇവർക്ക് അഭിഷേകമായിട്ട് തോന്നി. എന്നുവെച്ചാൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് ദൈവസ്വരമായിട്ട് നീ കേൾക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ ഇത് കേട്ടിട്ട് ഉടനെ ഇവളെ കേൾക്കണത് എന്താണ്? അപ്പായെ വീണ്ടും ആൾക്കാർ വന്ന് പെരപണിയാൻ വിളിക്കണതാണ്. അപ്പോൾ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞായിരുന്നല്ലോ, ഇനി മറ്റുള്ളവർ പറയണത് നീ കേൾക്കണം, അവരിലൂടെ ദൈവം നിന്നോട് സംസാരിക്കുമെന്ന് വന്നില്ല. അപ്പോഴേ ഇവൾക്കത് അഭിഷേകമായി. ഈ അഭിഷേകം എന്ന് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവവചനത്തിനും മറ്റുള്ളവരുടെ വചനത്തിനും നമ്മൾക്ക് ക്യാച്ച് ചെയ്തിട്ട് ഓൺ ദി സ്പോട്ടിൽ ഓൺലൈനായിട്ട് ഇതിനെ ഡിക്റ്റേറ്റ് ചെയ്തെടുക്കണം. ഡിസേൺമെൻ്റ് എന്ന് പറയും. ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത് ഈ ദർശന വരം ഉള്ളവർക്ക് ദൈവം തരേണ്ട ഒരു വരമാണ്. വ്യാഖ്യാന വരം ഉള്ളവർക്കും വിവേചന വരമെന്ന് സംഭവമുണ്ട്. ആ കരിസ്മാറ്റിക് ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് അതായത് അതിനകത്ത് പ്രാരംഭ ധ്യാനം, വളർച്ചാ ധ്യാനം, അത് കഴിഞ്ഞിട്ട് ആന്തരിക സൗഖ്യ ധ്യാനം, പ്രാർത്ഥനാനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം വരുമ്പോഴാണ് ഇത് വിവേചനം വരണത്. പക്ഷെ ഉടമ്പടിയിൽ നീ ഉടമ്പടിയുമായിട്ട് നീ കർത്താവിൻ്റെ ഐക്യത്തിലായത് കാരണം ഈ ദാനങ്ങളെല്ലാം നിനക്ക് നിൻ്റെ വിശ്വാസത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ആനുപാതികമായിട്ട് നിനക്ക് വിവേചനം വരം കൂടി കിട്ടുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം കെസിയുടെ സാക്ഷ്യത്തിൻ്റെ വചനങ്ങളെ നോക്കിയിട്ട് വീണ്ടും വീട് പണിയാനും തൂക്കിക്കട്ടയുമായിട്ട് വിളിക്കുന്നതിനെക്കുറിച്ച് വചനത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ ഇവിടെ കയറണത്. ഇവിടെ കയറി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വേറൊരു കാര്യത്തിന് വേണ്ടി വചനം ഓപ്പൺ ചെയ്ത് കർത്താവിനോട് സന്ദേശം ചോദിക്കാൻ വേണ്ടി വചനം ഓപ്പൺ ചെയ്യും. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയിലുള്ള എല്ലാവരും തന്നെ വചനത്തിലൂടെ ആൾക്കാർ കർത്താവിനേക്ക് എന്ന് ആലോചന ചോദിക്കുന്നുണ്ട്. ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യുന്ന എല്ലാവരോടും ആൾക്കാരോട് കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം കമ്മ്യൂണിക്കേഷൻ കവനനിൻ്റെ ഭാഗമാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കവനനിൻ്റെ ഭാഗമാണ്. ആര് കവനൻ്റിലായാലും ഉടനെ കമ്മ്യൂണിക്കേഷൻ ആകും. അപ്പോൾ ചിലർക്ക് നല്ല വെട്ടിപ്പായിട്ട് സംസാരിക്കാൻ അറിയാം ദൈവത്തോട്, ചിലർ സംസാരിക്കത്തില്ല, പക്ഷെ മനസ്സിൽ ഓർക്കും. എല്ലാം കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പം ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ, അപ്പോൾ അത് ഞാൻ വേറൊരു വിഷയത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ കെസിയുടെ സാക്ഷ്യത്തിന് പറ്റുന്ന വചനം കർത്താവിക്ക് തന്നു. അത് സക്കറിയയുടെ വചനമാണ്. ഞാൻ വായിച്ചിട്ടില്ലാത്ത വചനമാണത്. ഇപ്പം കാണിച്ചുകൊണ്ട് ഞാൻ നോക്കിയെടുത്ത് നിങ്ങൾ കണ്ടല്ലോ. അതായത് സക്കറിയ 1:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ആരാധന. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. സ്വസ്ഥത അനുഭവിക്കുന്ന ജനതകളുടെ മേൽ എനിക്ക് ഏറെ കോപമുണ്ട്. ഞാൻ എൻ്റെ ജനത്തോട് അല്പം കോപിച്ചപ്പോഴേക്കും അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ അലിവ് തോന്നി ജെറുസലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവിടെ എൻ്റെ ആലയം പണിയും, ജെറുസലേമിൻ്റെ മേൽ അളവ് ചരട് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തൂക്കുകെട്ടുമായിട്ട് തിരിച്ചു വരികയാണ്. അതായത് വിഡ്രോ ചെയ്തിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളും വിഡ്രോ ചെയ്തിരിക്കുന്ന ജീവിത രീതികളിലേക്കും നമുക്ക് ഉടമ്പടിയിലൂടെ തിരിച്ചു വരുന്നതിന് പ്രവചനങ്ങളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്. ഇതെല്ലാം വാഗ്ദാനമാണല്ലോ. നെക്സ്റ്റ് ലൈൻ. ജെറുസലേമിൻ്റെ മേൽ അളവ് ചരവ് പിടിക്കും, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ പറഞ്ഞ് വീണ്ടും വിളിച്ചു പറയുക, വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും വീണ്ടും ഐശ്വര്യപൂർണമാകും. അതായത് അളവ് ചരട് കൊണ്ട് പിടിച്ച് അതിനെ നിർമ്മിച്ച് ഉയർത്തി വളർത്തുന്ന, അതായത് നമ്മളുടെ ജീവിതം മുഴുവനും റീസ്റ്റേറ്റ് ചെയ്യുന്നതാണ്. ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന് കർത്താവിൻ്റെ പ്രവാചകവചനങ്ങളുടെ പ്രധാനപ്പെട്ട ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്
ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ ഐശ്വര്യമായാലും ശരി, ഇപ്പോൾ ചിലരെ കണ്ടു കഴിഞ്ഞാൽ 5 കീമോ എടുത്തവരാണെന്ന് പറയത്തില്ല. കാര്യം എന്താണ്? അത് വേറെ ആയിട്ട്, അത് അതിൻ്റെ ആന്തരിക അഭിഷേകം കിട്ടിയിട്ട് അത് ഇവർക്ക് ബോഡിക്ക് ഏറ്റതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇങ്ങനെ ഓരോ വിഷയവും അങ്ങനെയാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളാണ് നമ്മളെന്ന് പറയാത്ത രീതിയിൽ ഈ പുനഃസ്ഥാപന രജിസ്ട്രേഷൻ ഒത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് വാഗ്ദാനത്തിലുള്ളതാണ്. ഉടമ്പടി വാഗ്ദാനങ്ങൾ 8,000 കേട്ടോ. 8,880 വാഗ്ദാനങ്ങളാണ് ഉടമ്പടിയിലുള്ളത്. അപ്പം അതെല്ലാം മനുഷ്യൻ്റെ എക്കാലത്തെയുമുള്ള ജീവിതത്തെയാണ് അഡ്രസ്സ് ചെയ്യണത്. അതുകൊണ്ട് ഈ 8,850 വാഗ്ദാനങ്ങളിൽ പെട്ടത് മാത്രമായിരിക്കും നമ്മുടെ വിഷയങ്ങളെല്ലാം വരാൻ പോണത്, പുതുതായാലും പഴയതായാലും. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവമായിട്ടുള്ള ലവ് ലെവല്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ാമത്തെ തിരുവചനങ്ങൾ. സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു. ദാറ്റ്സ് എ പോയിന്റ്. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം സകലതും വിശ്വസിക്കുന്നു. അപ്പം ദൈവത്തിൽ ഇത്തിരി വിശ്വാസം മങ്ങിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോടുള്ള സ്നേഹം ബൂസ്റ്റ് ചെയ്യണം. ഇതൊരു ഫോർമുലയാണ്. ദൈവത്തോട് അല്പം സ്നേഹം നിങ്ങൾക്ക് മങ്ങിയാൽ, വിശ്വാസം മങ്ങിയാൽ, നിങ്ങൾക്കറിയാമല്ലോ അവിടെ ഒരു ബാലൻസിങ് എന്ന് പറയണത്, നിങ്ങളുടെ വിശ്വാസം മങ്ങിയാൽ എന്താ പറ്റണത്? സംശയം കൂടും. അതാണ് കാര്യം. വിശ്വാസവും സംശയം കൂടിയാണ് ഉള്ളത്. വിശ്വാസം എന്ന് പറയണത് സംശയരഹിതമായ ഒരു അവസ്ഥയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ നിത്യത വരെ എത്തുന്ന വലിയ സ്നേഹബന്ധമായ ഉടമ്പടി ജീവിക്കാൻ അവസരം തന്നതിന് നന്ദി പറയുന്ന, ഉടമ്പടിയിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഉടമ്പടി ഉടനടി പരിഹാരമേകും, ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകയും ജീവിതം ധന്യമായി തീർന്നിടും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന വിഷയങ്ങൾ ഓൺലൈനിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ ഇപ്പോൾ ഓർക്കുക. എപ്പോൾ ഈ ധ്യാനം കൂടിയാലും ധ്യാനത്തിലേക്ക് വരുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യം അത് ഷെയർ ചെയ്യണം. നിങ്ങൾ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഷെയർ ചെയ്തിട്ട് വേണം സാക്ഷ്യം കേൾക്കാൻ. എന്നിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാനീ ഷെയർ ചെയ്യുന്ന സാക്ഷ്യം അനേകം മക്കൾ കേട്ട് അവർ നിൻ്റെ കൃപയിൽ ജീവിക്കാൻ, വിശുദ്ധി ജീവിക്കാൻ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ. എന്നെ സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കണമേ, യേശു കൈമാറ്റത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങേറ്റു പറയുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ രോഗങ്ങളെയും അതുപോലെ ജീവിത പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ കൂടി ഒരു ആവശ്യമാണ്.
അമ്മ അത് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യാശയോടെ അല്ല, ഉപരി ദൈവസ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, എല്ലാവരും ഈശോയും നമ്മൾ സാധ്യമല്ലാത്തവർ, ഈശോ എല്ലാം സാധ്യമായ ഈശോ, നിനക്ക് സ്വസ്ഥവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന അർപ്പിക്കും. കർത്താവ് നിന്നെ വിശുദ്ധമാ വലതുകരം, തിരുമൽവാർന്ന അത്ഭുതകരം, അങ്ങനെ മക്കളുടെ ശിരസിൽ വെക്കുന്ന പ്രാർത്ഥന അവിടെ സന്ധിബന്ധങ്ങളിലും മാംസപെച്ചുകളിലും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും, എല്ലാ പെശികളിലും, എല്ലാ അസ്ഥികളിലും, അസ്ഥിക്കൊടുകളിലും, തലച്ചോറിലും, ശരീരഞരമ്പുകളിലും, രക്തഞരമ്പുകളിലും, ശരീരകോശങ്ങളിലും, ഹൃദയ ഞരമ്പുകളിലും, കരളിലും, ഗർഭാശയത്തിലും, ഉദരാശയത്തിലും, കർത്താവെ ശിഷ്ടമുള്ള സ്ഥലങ്ങളിലും, കർത്താവെ പീരീഡ്സ് കറക്റ്റാകാത്തവർ, രക്തസ്രാവം നിൽക്കാത്തവരെ സ്പർശിക്കണമേ. മാനസിക അസ്വസ്ഥതകളെ സ്പർശിക്കണമേ. കർത്താവ് എപ്പിലെപ്സി രോഗികളെ സ്പർശിക്കണമേ. ആസ്മ രോഗികളെ സ്പർശിക്കണമേ. ഓട്ടിസം രോഗികളെ സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. കുടുംബങ്ങളിൽ തകർച്ചയുള്ളവർ, വിശ്വാസം കുറഞ്ഞുള്ളവർ, സംശയം കൂടിയവർ, ഉടമ്പടിക്ക് ഇതുവരെ അനുഭവമില്ലാത്തവർ, ഉടമ്പടി ഉടപ്പിയിട്ടുള്ളവർ, കർത്താവ് ഉടമ്പടി പരീക്ഷ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വിമുഖതയുള്ളവർ, എല്ലാവരുടെയും ദൈവസ്നേഹം നിറക്കണമേ. കർത്താവിൻ്റെ കരുണ, മാർഗരോഗങ്ങൾ, തിരാവേദികൾ, ജീവദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, മാർഗരോഗങ്ങൾ, തിരാവേദികൾ, ത്വക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, വാതരോഗങ്ങൾ, സർപ്പരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതലേ ഉള്ളംകാല് വരെ എല്ലാ പേശികളിലും, ഞരമ്പുകളിലും, കോശങ്ങളിലും, നട്ടലുകളിലും, തെറിച്ചുപോയ തെന്നിപ്പോയ കശേരികളിലും, കരളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. അരവിച്ച കോശങ്ങൾ, മുഴയുള്ള കോശങ്ങൾ, സിസ്റ്റുള്ള കോശങ്ങൾ, കർത്താവ് മുന്തിരിക്കൊലമുള്ള അസുഖങ്ങൾ, കുടലിൻ്റെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗികൾ, ഷുഗർ രോഗികൾ, കൊളസ്ട്രോൾ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, കർത്താവ് ഓട്ടിസം രോഗികൾ അങ്ങ് സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, കൈവക്കാൻ പറ്റാത്തവർ, അത് നടക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ, ഗർഭത്തിൽ കുഴപ്പമുള്ള കുഞ്ഞുങ്ങൾ, പ്രസവത്തിന് കുഴപ്പമുള്ള കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, കേൾക്കാത്ത കുഞ്ഞുങ്ങൾ, കാണാത്ത കുഞ്ഞുങ്ങൾ, ചെവി കേൾക്കാൻ പറ്റാത്തവർ യേശുവിനെ സ്പർശിക്കട്ടെ. അവിടെ ചെവികളിൽ കർത്താവ് സ്പർശിക്കട്ടെ. അവിടെ തൊണ്ടയിൽ കർത്താവ് സ്പർശിക്കട്ടെ. അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നമ്മൾ സംഭവിക്കട്ടെ. അടിപ്പിണർ പോലെ, വൈദ്യാഘാതം പോലെ പിതാവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിൽ, യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മാർഗ രോഗങ്ങൾ, തീരാവേദികൾ, ദുരിതങ്ങൾ മാറിപ്പോകട്ടെ. പല്ലിലെ വേദന, തൊണ്ടയുടെ അസുഖങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, മക്കളില്ലാത്തവർ കർത്താവ് സ്പർശിക്കട്ടെ. ഉരതരത്തെ സ്പർശിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവർ, ജോലി ഇല്ലാത്തവർ, ജോലിക്ക് പോകാൻ പോയിട്ട് കഷ്ടപ്പെടുന്നവര്, നഷ്ടം തിരിയുന്നവര്, തിരിച്ചു പോകാൻ പറ്റാത്തവരെ എല്ലാവരും സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അഭിഷേകം എല്ലാവർക്കും ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ, ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിൽ നിറയണമേ നാഥാ, വരേണമേ, സൗഖ്യം നൽകണമേ നാഥാ, വരേണമേ, എന്നിൽ നിറയണമേ നാഥാ, വരേണമേ, സൗഖ്യം നൽകണമേ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഉടമ്പടി വ്യക്തിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി മാതാവിൻ്റെ മധ്യസ്ഥിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് സ്നേഹത്തോടെയാണ് പ്രാർത്ഥിച്ചതെന്ന്. എപ്പോഴും നമ്മുടെ